അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇന്നൊരു ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. മുന്നേ നമ്മൾ 2-3 ഫ്രൂട്ട് സലാഡ് പരിചയപ്പെടുത്തിയതാണ്. അതേപോലെ തന്നെ എനിക്ക് കിട്ടിയ കുറച്ച് ഫ്രൂട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ഞാനിവിടെ നമുക്ക് കഴിക്കാവുന്ന ഒരളവിലാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിലേക്കൊരു പ്രത്യേക ഡ്രസ്സിംഗ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. പ്രത്യേകിച്ച് വേഗനായിട്ടുള്ള വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതിലേക്ക് പാലിൻ്റെ ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് പുതിയൊരു അനുഭവമാകും. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബദാം ക്രീം വിത്ത് അവക്കാഡോ വെച്ചിട്ട് സലാഡ് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുറച്ച് ബദാമും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്നൊരു 1/3 ഭാഗം ഒരു കഷ്ണം വേണം ക്രീം തയ്യാറാക്കാൻ വേണ്ടി. പിന്നെ എടുത്തിട്ടുള്ളത് കക്കരിക്ക, ഒരു പകുതി ഗ്രേപ്പ് ഫ്രൂട്ട് സാധാരണ കുറച്ചുകൂടി ചുമന്ന നിറം ഉണ്ടാവും. ഇത് കുറച്ച് നിറം കുറവാണ്, എന്നാലും ഇത് ഗ്രേപ്പ് ഫ്രൂട്ട് തന്നെയാണ്. ഇതുപോലെ ഒരു പകുതിയാണ് ഈ അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു അവക്കാഡോയുടെ പകുതി, ഇത്രയും പോകുന്നൊരു കഷ്ണമാണിത്. പിന്നെ ഒരു 3 വലിയ സ്ട്രോബെറി ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇടാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ക്രീം തയ്യാറാക്കാം. സലാഡ് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീം തയ്യാറാക്കാം. ഇനി ഒരു പിടി ബദാം പൊടിച്ചെടുക്കാം. കുതിർത്ത് വെച്ചതാണെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. വെള്ളം അല്ലെങ്കിൽ അല്പം പാലൊഴിക്കാം. ഒരു 50 ml പാലൊക്കെ ഒരു ദിവസം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ തേങ്ങാപ്പാലും ഒഴിക്കാം. ഇതിപ്പോൾ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് അവക്കാഡോ ചെറിയൊരു കഷ്ണം ഇട്ടിട്ട് അതുകൂടി അരച്ചെടുക്കാം. ഇതിൽ കൂടി ചേരുമ്പോഴാണ് നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടുക. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ക്രീമായി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് നമുക്ക് ഫ്രൂട്ട്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല കേട്ടോ. ഈ ബദാം അരച്ചതിൽ തന്നെ ഒരു കുഞ്ഞു മധുരം നമുക്ക് ഫീൽ ചെയ്യും. ഇനി ഇത് നമുക്ക് ഈ കഷ്ണങ്ങളുമായിട്ട് മിക്സ് ചെയ്യാം. ഒരല്പം കൂടി ബദാമും അവക്കാഡോയും എടുത്തെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടി നല്ലൊരു ക്രീമായിട്ട് കിട്ടും. ഡ്രസ്സിങ്ങിന് നല്ലൊരു ക്രീമും നല്ലൊരു കട്ടിയും കിട്ടും. ഇത് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. വെജിറ്റേറിയനായ ആൾക്കാർക്ക് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു മാർഗ്ഗമാണ് ബദാം, അതേപോലെ അവക്കാഡോയും. അപ്പോൾ മറ്റൊന്നും നോണൊന്നും കഴിക്കാതെ പ്യൂർ വേഗനായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ദിവസം 100 ഗ്രാം വരെ ബദാം കഴിക്കാം കേട്ടോ. അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടി നല്ല കട്ടി ക്രീമാക്കിയിട്ട് എടുക്കാം. ബദാം മാത്രം കുതിർത്തരച്ചിട്ട് ആ ഒരു ക്രീമിൽ നമുക്കിങ്ങനെ ഡ്രസ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് രുചി കൂട്ടാൻ തേങ്ങാപ്പാലോ സാദാ മിൽക്ക് അങ്ങനെയോ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അതുപോലെ ചേർത്ത് കൊടുക്കാം. എന്തായാലും നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. മുകളിൽ നമ്മൾ മിക്സ് ചെയ്യാത്ത കഷ്ണങ്ങൾ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുത്താൽ കുറച്ചുകൂടി കളർഫുള്ളായിരിക്കും. നല്ലൊരു ക്രീമി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല കളർഫുള്ളുമാണ്. ഇത് കഴിച്ചു കഴിഞ്ഞപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അവക്കാഡോക്ക് നമുക്ക് സാധാരണ ലൈഫിൽ ഒരു മധുരമൊന്നും അങ്ങനെ ഫീൽ ചെയ്യൂല. പക്ഷേ അങ്ങനെയല്ല, ഈ ഫ്രൂട്ട് സലാഡിൻ്റെ കൂടെ കഴിക്കുമ്പം അവക്കാഡോക്ക് നല്ലൊരു രുചിയാണ്. പിന്നെ ഈ ക്രീം ബദാമിൻ്റെ ഒരു കുഞ്ഞ മധുരവും അവക്കാഡോയുടെ ഒരു കട്ടിയിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു ക്രീം. ഗ്രേപ്പ് ഫ്രൂട്ട് ആണെങ്കിൽ പിന്നെ ചെറിയൊരു ചവർപ്പും കയ്പും പുളിയൊക്കെ ആണെങ്കിലും ഇതിൻ്റെ കൂടെ ഇട്ട് കഴിക്കുമ്പം നല്ലൊരു രുചിയാണ്.
നമ്മൾ നല്ല നിയന്ത്രണത്തിൽ കീറ്റോയിൽ നിൽക്കുമ്പോൾ ശരിക്കും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഉപകാരത്തേക്കാളേറെ ഭാവിയിൽ ഉപദ്രവം ചെയ്യുന്നതാണെന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് തന്നെയാണ് LCHF മലയാളം ഗ്രൂപ്പിൽ സ്റ്റീവിയ മറ്റ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഒന്നും സപ്പോർട്ട് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ ശരിക്കും കീറ്റോയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ചില സമയത്ത് വെറുതെ വെള്ളം കഴിച്ചാൽ തന്നെ നാവിനൊരു മധുരം ഫീൽ ചെയ്യും. അതേപോലെയാണ് ഈ ഫ്രൂട്ട് സലാഡ് കഴിക്കുമ്പോൾ ആ ബദാം അരിച്ചതിൻ്റെയൊക്കെ ഒരു മധുരം അവക്കാഡോയുടെ ക്രീമൊക്കെ കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉഷാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. ഈ അവക്കാഡോ നമ്മൾ ക്രീമാക്കിയ പോലെ തന്നെ നിങ്ങൾക്ക് ബദാം ക്രീമിലേക്ക് 2 സ്ട്രോബെറി ചേർത്ത് അങ്ങനെയും അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രസ്സിങ്ങിന് നല്ലൊരു സ്ട്രോബെറി ഫ്ലേവർ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് കിട്ടുന്നതിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് എങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ അവക്കാഡോയും കുക്കുംബറും മാത്രമാണെങ്കിലും നമുക്കിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഗൾഫിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ടെങ്കിൽ ഫ്രോസൺ ആയിട്ടുള്ള സ്ട്രോബെറി, ബ്ലൂബെറി അതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നാൽ നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. സാലഡിലേക്കൊക്കെ എടുക്കാൻ ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.